കൊല്ലപ്പെട്ട ജിതിൻ തന്റെ മകന്റെ കൂട്ടുകാരനാണെന്നും CITUവിന്റെ ടിപ്പർ അസോസിയേഷൻ മെമ്പറാണെന്നും ജിതിൻ വധക്കേസിലെ പ്രതികളിൽ ഒരാളായ നിഖിലേഷിന്റെ അമ്മ മിനി തന്റെ മകന് RSSുമായോ BJPയുമായോ യാതൊരു ബന്ധവുമില്ല. കൊല്ലപ്പെട്ട ജിതിൻ മുൻപ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ്. നേരത്തെ നടന്ന ഏതോ പ്രശ്നത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ജിതിൻ ഉൾപ്പെടെ 30ഓളം പേർ ചോദിക്കാനെത്തിയതാണ് സംഘർഷത്തിന് കാരണമെന്നും നിഖിലേഷിന്റെ അമ്മ മിനി പറഞ്ഞു. നിഖിലേഷിന്റെ അമ്മയാണ് ഞാൻ. ഇന്ന് വരെ എൻ്റെ കുഞ്ഞൊരു പാർട്ടിയിൽ ഇന്നേ വരെ കൊടി പിടിക്കാൻ പോയിട്ടില്ല, ഒരു സ്കൂളിലും പോയിട്ടില്ല, ഒരു കോളേജിലും പോയിട്ടില്ല. പിന്നെ ഈ മരിച്ച പയ്യന് എൻ്റെ കുഞ്ഞിന്റെ കൂട്ടുകാരനും ഒക്കെ അവന്റെ കൂടെ വന്ന് തടി മുറിക്കാനും വീട്ടിൽ വന്ന് ചോറും ഒക്കെ ഉണ്ടിട്ടുള്ള പയ്യനാണ്. പിന്നെ ഇവര് എന്താണ് എന്ന് എനിക്ക് അറിയത്തില്ല. ഇന്നലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ മോന് വീട്ടിൽ ഒരു ചക്കയും കൊണ്ട് തന്നിട്ട് എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ അവന്റെ അവിടെ ഭക്ഷണം വെക്കുന്നുണ്ടായിരുന്നു ഒരു കൂട്ടുകാർ കൂടി. അത് കഴിച്ചിട്ട് ഇറങ്ങി വന്ന വഴി ഈ പയ്യൻ എന്തോ വേറൊരു പയ്യനുമായിട്ടുള്ള ഇത് വെച്ച് ഇവനോട് ചേർന്നുകൊണ്ട് ചെന്നാ പറയുന്നത്. നമ്മള് വീട്ടിലല്ലേ, അപ്പൊ അവിടെ കടയുണ്ട് VKSൽ. ആ പിള്ളേർ പറഞ്ഞു ഒരുപാട്, അവര് 10-35 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, മറ്റേ പാർട്ടിയിലുള്ളവര്, ഇതിന്റെ കൂടെ ഉള്ളവര്. അവരാണ് ഇവരെ ഇട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവരെന്തോ പ്രാണരക്ഷാർത്ഥം പിന്നെ ചെയ്തു കാണിക്കും. അല്ല സാറേ, CITUവില് അവന് ടിപ്പർ എടുത്തപ്പം ടിപ്പർ അസോസിയേഷനിൽ ചേരണമെന്ന് പറഞ്ഞ് അവിടെ കല്ലെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ടിപ്പർ അസോസിയേഷനിൽ മാത്രമേ പോയിട്ടുള്ളൂ. അല്ലാതെ ഒരു പാർട്ടിയിലും ആ സംഘടനയിലെ ആ ടിപ്പർ അസോസിയേഷനിൽ പോയതും അന്നാണ്ട് അവിടെ ഒരു അടി നടന്നപ്പം ഈ ശ്യാമെന്ന് പറയുന്ന മെമ്പറിനെ ഒക്കെ എടുത്ത് അവർ കാണാനും ഒക്കെ പോയത്. ആവശ്യം മെമ്പറിനൊക്കെ അടി കിട്ടിയപ്പോൾ അങ്ങനെ അവർ ടിപ്പർ അസോസിയേഷൻ വെച്ചാൽ പോയത്. അന്നേരം ഞാൻ പറഞ്ഞു കുഞ്ഞെ പാർട്ടിയിലൊന്നും, ഞാനൊരു പാർട്ടിയിലും പോകത്തില്ല മച്ചി, എൻ്റെ ടിപ്പർ അസോസിയേഷൻ്റെ ആളാ, അപ്പൊ ഞാൻ പോകണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ മാത്രമേ അവൻ പോയിട്ടുള്ളൂ, അല്ലാതെ ഒരു കോടി പോലും പിടിക്കാൻ ഇന്ന് വരെ എൻ്റെ കുഞ്ഞുങ്ങൾ ആരും പോയിട്ടില്ല. ഇല്ല, RSSനൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് വരെ പോയിട്ടില്ല. അവിടെ സാർമാർക്ക് തിരക്കിയാൽ അറിയാം, അവിടെ വന്ന അവനെ കുറിച്ച് തിരക്കിയാൽ അറിയാം എങ്ങനെ നടക്കുന്നവനാണ്. ഒരു വെള്ളം അടിക്കുന്നവനല്ല, ഒരു സിഗരറ്റ് വലിക്കുന്നവനല്ല, ഒരു അടിപിടി കേസിൽ പോകുന്നവനല്ല. പഠിക്കുന്ന സമയത്തും അത് തന്നെയാണ്. പഠിക്കുന്ന സമയത്ത് ഏത് സ്കൂളിൽ തിരക്കിയാലും എന്നെ അവിടെ വന്ന് സാറുമാർ എന്നെ അവനെ 10 വരെ പഠിച്ചതും +2 പഠിച്ചതും കോളേജിൽ പഠിച്ചതും എല്ലാം ചോദിച്ചു. ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടൊക്കെ അവർ തിരക്കി കാണും. അങ്ങനെയൊന്നും ഉള്ള പിള്ളേരല്ല ഈ പിള്ളേരാരും, അങ്ങനെ വഴക്കുണ്ടാക്കുന്ന കൂട്ടത്തിലുള്ളവരല്ല. എൻ്റെ പേര് മിനിയ. നിഖിലേഷിന്റെ അമ്മയാണ്.